2024 സിവിൽ സർവീസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ ചോദ്യമാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഡിസ്കഷൻ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. മുഴുവൻ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേണേഴ്സ് ശ്രമിക്കുന്നതാണ്. അപ്പോൾ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ഇൻഫറൻസ് ഓർ ഇൻഫറൻസസ് ഫ്രം ഐസോതെർമൽ മാപ്സ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഐസോതെർമൽ മാപ്സ് ആണ്, ജാനുവരിയിലാണ്, കറക്റ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഐസോതെർംസ് ഡീവിയേറ്റ് ടു ദ നോർത്ത് ഓവർ ദ ഓഷ്യൻ ആൻഡ് ടു ദ സൗത്ത് ഓവർ ദ കോണ്ടിനെന്റ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ജാനുവരിയിലെ ഐസോതെർം മാപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നതായിട്ടുള്ളത്. ഐസോതെർം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതായത് ഭൂമിയിലെ ഒരേ ടെമ്പറേച്ചേഴ്സ് മാപ്പ് ചെയ്യുന്ന ഒരേ ടെമ്പറേച്ചേഴ്സ് ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന ലൈനിനെയാണ് ഐസോതെർം എന്ന് വിളിക്കുന്നത്. ഐസോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, തേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐസോതെർംസ് ഈ ഒരു നോർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐസോതെർംസ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി മാസം. ഇപ്പൊ ജാനുവരി മാസം എന്ന് പറയുമ്പോൾ ജാനുവരി മാസം എന്ന് നമ്മൾ ഓർത്ത് വെക്കണത് തന്നെ ഈ ഒരു ജാനുവരി മാസം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് പറയാം ഒരു വിന്റർ ടൈം ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലേ, ഒരു തണുപ്പുള്ള സമയമാണ്. ഈ ഒരു ജാനുവരി മാസത്തിലെ ഐസോതെർംസ് അത് ഓഷ്യൻസിലെ ടുവേർഡ്സ് നോർത്ത് ആണ് മൂവ് ചെയ്യുന്നത്, അതായത് കോണ്ടിനെന്റിലെ സൗത്ത് ആണ് മൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വേറ്റർ, ഇതാണ് നമ്മുടെ അമേരിക്കൻ കോണ്ടിനെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതിവിടെ ആഫ്രിക്ക ഉണ്ട്. ഇങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ടാവും. അതിനുശേഷം ഇത് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന ഒരു കറണ്ടിനെ കാണാൻ വേണ്ടി പറ്റും. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു വാം ഓഷ്യൻ കറണ്ട് ആണ്. അതുപോലെ തന്നെ ഇത് നേരെ യൂറോപ്പിന്റെ സൈഡിലേക്കൂടെ പോകും. ഇതിനെയാണ് നോർവീജിയൻ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇവിടെ ഈ ഒരു ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓഷ്യൻ കറണ്ടുകളെ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഐസോതെർംസ് ഡീവിയേറ്റ് ടു ദ നോർത്ത് ഓവർ ദ ഓഷ്യൻ ആൻഡ് സൗത്ത് ഓവർ ദ കോണ്ടിനെന്റ് എന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. അതുകൊണ്ടാണ് ഞാൻ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഭാഗം ഇവിടെ വരച്ചുള്ളത്. എന്തുകൊണ്ട് ഇന്ത്യൻ ഓഷ്യൻ വരച്ചില്ല, എന്തുകൊണ്ട് പസഫിക് ഓഷ്യൻ വരച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യനിൽ നമ്മൾ ഈ ഒരു ഐസോതെർം ജാനുവരി മാസത്തിലെ ഐസോതെർം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഐസോതെർംസ് ഈ കരയിലൂടെ പോയിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഇത് 23°C ഐസോതെർം ആണെങ്കിൽ കരയിലാണെങ്കിൽ ഇങ്ങനെയുണ്ടാവും, കരയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ നിന്ന് ഇത് മുകളിലോട്ട് കയറി പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മുകളിലോട്ട് ടെമ്പറേച്ചർ കൂടി പോകുന്നത് എന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു വാം ഓഷ്യൻ കറൻസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ഇക്വേറ്ററിൽ നിന്നും ചൂട് വാം ആയിട്ടുള്ള വെള്ളത്തെ, ചൂട് വെള്ളത്തെ പോൾ പ്രദേശത്തേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു വാം ഓഷ്യൻ കറൻസ് കാരണം നമുക്ക് ഈ ഒരു ജാനുവരി മാസത്തിൽ നമുക്ക് ഈ ഒരു ഐസോതെർംസിന് ഈ വലിയൊരു ഷിഫ്റ്റ് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഐസോതെർംസ് ഈ ഓഷ്യൻസിൽ, അതായത് ടുവേർഡ്സ് നോർത്തും കോണ്ടിനെന്റിലേക്ക് വരുമ്പോൾ സൗത്തിലേക്കുമാണ് മൂവ് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ശരിയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് കോൾഡ് ഓഷ്യൻ കറണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യം കോൾഡ് ഓഷ്യൻ കറണ്ട്, ഗൾഫ് സ്ട്രീം ആൻഡ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് മേക്സ് ദ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ കോൾഡർ ആൻഡ് ഐസോതെർംസ് ബെൻഡ് ടുവേർഡ്സ് നോർത്ത് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് ആക്ച്വലി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് കോൾഡ് ഓഷ്യൻ കറന്റ്സ് അല്ല, ഇതെല്ലാം തന്നെ വാം ഓഷ്യൻ കറന്റ് ആണ് എന്നുള്ളതാണ്. വാം ഓഷ്യൻ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ചൂടുള്ള വെള്ളം, അതായത് ഇക്വേറ്ററിൽ നിന്നും പോൾസിലേക്ക് വാട്ടറിനെ ക്യാരി ചെയ്തു പോകുന്ന ഓഷ്യൻ കറന്റ്സ് ആണ് വാം ഓഷ്യൻ കറന്റ്സ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കിത് കോൾഡ് ഓഷ്യൻ കറന്റ് അല്ല എന്നുള്ളത് നമുക്കറിയാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നറിയാം. സെലക്ട് ദ ആൻസർ ഗിവൺ ദ കറക്റ്റ് കോഡ് ബിലോ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്കറിയാം. സോ ഇത് രണ്ടും പോയി. വൺ ഓൺലി, നെയ്തർ വൺ നോർ ടു. അപ്പോൾ വൺ എന്ന് പറയുന്നത് ഈ ഒരു വാം ഓഷ്യൻ കറന്റിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഐസോതെർംസ് നോർത്തിലേക്ക് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുക ഓഷ്യൻസിലേക്ക് പോകുമ്പോൾ എന്നുള്ളത് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ്. ഇത് NCERT ഉള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഐസോതെർംസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു
സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം 1 ഓൺലി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, NCERT എന്നുള്ള ചോദ്യമാണ്. NCERT-യിൽ ജൂലൈ മാസത്തെയും ജാനുവരി മാസത്തെയും ഐസോതെർംസിന്റെ മാപ്പ് അടക്കം നൽകിയിട്ടുണ്ട്. നമ്മൾ ഇതിപ്പോൾ ലേണേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന്, പ്രത്യേകിച്ചും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിൽ നിന്നുള്ള ഒരു സെക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ ജാനുവരിയിലെ ഐസോതെർംസിനെ കുറിച്ച് പറഞ്ഞു. ഇൻ ജാനുവരി ഐസോതെർംസ് ഡീവിയേറ്റ് ടു ദ നോർത്ത് ഓവർ ദ ഓഷ്യൻ ആൻഡ് സൗത്ത് ഓവർ ദ കോണ്ടിനെന്റ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിസ് ക്യാൻ ബി സീൻ ഇൻ ദ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഏറ്റവും എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുക നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് വാം ഓഷ്യൻ കറന്റ് മേക്ക് ദ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ വാമർ ആൻഡ് ഐസോതെർംസ് ബെൻഡ് ടുവേർഡ്സ് നോർത്ത് എന്നാണ് പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലാൻഡ് ടെമ്പറേച്ചർ ഷാർപ്ലി ഡിക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഐസോതെർംസ് സൗത്തിലേക്ക് ബെൻഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഐസോതെർംസിന്റെ ഗ്രാഫ് ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഒരു ഐസോതെർം ഒരു ലാൻഡിലേക്ക് കടക്കുമ്പോൾ സമയത്ത് കോണ്ടിനെന്റിലേക്ക് കടക്കുമ്പോൾ അത് ടുവേർഡ്സ് സൗത്ത് ആണ് പോകുന്നതായിട്ടുള്ളത്. ഓഷ്യൻസിലേക്ക് കടക്കുന്ന സമയത്ത് അത് നോർത്ത് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ നമുക്കിത് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള വാം ഓഷ്യൻ കറന്റ്സ് ആണ് എന്നുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഓഷ്യൻ കറന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓഷ്യൻ കറന്റ്സുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫാക്ച്വൽ ആണ്, ബട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഓഷ്യൻ കറന്റ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വളരെ വേഗത്തിൽ തന്നെ തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് കോൾഡ് ഓഷ്യൻ കറന്റ്സ് അല്ല ഈ ഒരു ഗൾഫ് സ്ട്രീമും അതുപോലെ തന്നെ നോർവീജിയൻ ഡ്രിഫ്റ്റ് കറന്റും എന്നുള്ളത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ ആണ് ഓഷ്യൻ കറന്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ജിയോഗ്രഫി അത്യാവശ്യം NCERT തന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ജിയോഗ്രഫി ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമാണോ, അല്ലെങ്കിൽ ജിയോഗ്രഫി പഠിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലേണേഴ്സിന്റെ യൂട്യൂബിലുള്ള ഫ്രീ ജിയോഗ്രഫി ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ തുടങ്ങാവുന്നതാണ്. ഫിസിക്കൽ ജിയോഗ്രഫി ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അതിന് യൂട്യൂബിൽ ജിയോഗ്രഫി ലേണേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. 66ഓളം വീഡിയോസിൽ ഫിസിക്കൽ ജിയോഗ്രഫി ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറെ കൂടി ഡീറ്റെയിൽ ആയി ഇന്ത്യൻ ജിയോഗ്രഫി ഒക്കെ ഉൾപ്പെടെ കംപ്ലീറ്റ് ജിയോഗ്രഫി UPSC സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് ആപ്പിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലേണേഴ്സ് ആപ്പിലൂടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും ലേണേഴ്സ് ആപ്പിലെ മറ്റ് കോഴ്സുകളെ കുറിച്ച് അറിയാനൊക്കെ നിങ്ങൾക്ക് ലേണേഴ്സിനെ ഈ ഒരു നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.